നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിൻ്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്നുള്ളൊരു വാദം ഉയർന്നു വരുന്നുണ്ട്. എന്താണ് കാരണം? അതായത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ സർക്കാരും സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകളും വിവിധ മതാചാര്യന്മാരും വലിയ വ്യവസായ പ്രമുഖരുമൊക്കെ നിരവധി ശ്രമങ്ങൾ, പല തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യമനിലുള്ള സൂഫി പണ്ഡിതനുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇതിൽ ഒരു തീരുമാനമായത് എന്നാണ് നമ്മളെല്ലാം അറിഞ്ഞ വാർത്ത. സ്വാഭാവികമായിട്ടും ഈ മാറ്റിവെച്ചത്, അതായത് വധശിക്ഷ മരവിപ്പിച്ചു എന്നൊരു വാർത്ത കേരളത്തിൽ അറിയുന്നത് തന്നെ കാന്തപുരം വഴിയാണ്. അതായത് അവിടെയുള്ള സൂഫി പണ്ഡിതൻ ഇങ്ങനൊരു വധശിക്ഷ റദ്ദ് ചെയ്തിട്ടുണ്ട്, അല്ല നീ മാറ്റിവെച്ചിട്ടുണ്ട് എന്നൊരു വിവരം ഇദ്ദേഹത്തിന് കൈമാറുന്നു. ഇദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് കൈമാറുന്നു. അതാണ് സംഭവം. ഇതിന് മറ്റൊരു തലവുണ്ട്. അതായത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ യമനിൽ അവിടുത്തെ ഭരണം ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കയ്യിൽ, ഹൂത്തി ആണ് അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനമൊന്നും അവിടെ നിലവിലില്ല. ഹൂത്തികൾ അവരുടെ കൃത്യമായിട്ട് അവർക്കൊരു നേതൃത്വവുമില്ല. ഒരു പറ്റം കലാപകാരികളുടെ കയ്യിലാണ് യമൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആരുമായി ബന്ധപ്പെടണം, ആരോട് സംസാരിക്കണം എന്നത് വലിയ ആശങ്ക സൃഷ്ടിച്ച സമയത്താണ് കാന്തപുരത്തിൻ്റെ ഇടപെടൽ വരുന്നത്. അപ്പോൾ കാന്തപുരം അവിടെയുള്ള ഈ പറഞ്ഞ സൂഫി പണ്ഡിതനുമായിട്ട് സംസാരിക്കുന്നു. സൂഫി പണ്ഡിതൻ അവിടെയുള്ള ഹൂത്തികളുമായിട്ട് സംസാരിച്ച് പിന്നീട് അവിടെ തലാലിൻ്റെ സഹോദരനുമായിട്ടും എല്ലാവരുമായിട്ടും ഒരു യോഗം ചേർന്നതിന് ശേഷം ഇങ്ങനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് വന്നിരുന്നത്. ഇതിൻ്റെ മറ്റൊരു തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂലൈ 16-ാം തീയതി തലാൽ വധക്കേസിലെ പ്രതിയായിട്ടുള്ള നിമിഷപ്രിയയെ തൂക്കിലേറ്റും എന്ന ഒരു വാർത്ത, അത് ലോകമൊട്ടുക്ക് പ്രചരിപ്പിച്ചൊരു സാധനമാണ്. തലാൽ എന്ന് പറയുന്നത് ഒരു യമൻ പൗരനാണ്. യമൻ പൗരനെ മറ്റൊരു രാജ്യത്തുള്ളൊരു സ്ത്രീ കൊല ചെയ്തു. അവരെ തിരിച്ച് അവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് തൂക്കിലേറ്റുകയാണ് എന്നൊരു തീരുമാനം വരുമ്പോൾ അവിടെയുള്ള ഈ കലാപകാരികളായിട്ടുള്ള ഹൂത്തികൾ വ്യാപകമായിട്ട് ഈ ജയിൽ പരിസരത്ത് തമ്പടിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അന്ന് അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത രീതിയിൽ അവിടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള സാധ്യതയുണ്ട്, അവരുടെ കൈവിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്ത് അവിടുത്തെ കോടതി തന്നെ ഈ വധശിക്ഷ നീട്ടിവെച്ചു എന്നൊരു വാർത്ത പുറത്തുവിട്ടതാകാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, ഹൂത്തികളുടെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ടുള്ള അവരുടെ പ്രവർത്തികൾ നമുക്കറിയാം. ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ഇല്ലാത്തൊരു സ്ഥലത്ത് അവിടുത്തെ കലാപകാരികൾ ഏത് രീതിയിലാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നതും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് അവരുടെ ഒരു പൗരനെ അല്ലെങ്കിൽ അവരുടെ ഒരു സഹോദരനെ കൊല ചെയ്യപ്പെട്ട ഒരാളുടെ വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം അവർ വലിയ ആഘോഷവും പ്രതിഷേധവും ഒക്കെ ആയിട്ട് ഈ ജയിൽ പരിസരത്ത് തമ്പടിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇത് ഇനി ആരോടും പറയാതെ ആ വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഈ പറഞ്ഞതുപോലെ അതിലൊരു ഏറ്റവും അപകടകരമായ മറ്റൊരു പ്രശ്നം അതാണ്. ഈ പറഞ്ഞതുപോലെ വധശിക്ഷ നടപ്പാക്കിയ ശേഷമായിരിക്കും ഇവർ അറിയിക്കുക. പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് മുൻകാലങ്ങളിൽ നമുക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതാണ് ഇതിനകത്ത് പതിയിരിക്കുന്ന മറ്റൊരു അപകടം. കാരണം ഇതൊരു വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റുകൾ ഇടപെടും, അതോടൊപ്പം മോചനദ്രവ്യം കൂട്ടാൻ അങ്ങനെയൊക്കെയുള്ള നടപടികൾ വരും. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കാന്തപുരം പോലുള്ള മറ്റ് മുസ്ലിം പ്രധാനപ്പെട്ട ഹൂത്തികളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന മറ്റുള്ളവർ ഇടപെട്ടാക്കാം. അപ്പോൾ അവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ഉറപ്പായി. കാരണം കാന്തപുരത്തെ പോലെ ഒരാൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇടപെടുമ്പോൾ നിമിഷപ്രിയയ്ക്ക് എന്തോ പ്രാധാന്യം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇത് നീട്ടിക്കൊണ്ടുപോയാൽ ഒരുപക്ഷെ ഇവരുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട ആളിന് പകരം ഈ വധശിക്ഷ നൽകാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുടുംബം ഇപ്പോൾ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കുടുംബം അവരുടെ സ്വാഭാവികമാണല്ലോ, നമുക്ക് ചിന്തിക്കാവുന്നതിലുള്ള അവരുടെ കുടുംബത്തിലുള്ള ഒരാളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ശ്രമം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവരുടെ അമ്മ അവർ യമനിൽ പോയിട്ട്, അവിടുത്തെ ഔദ്യോഗിക ഭാഷ അറബിയാണ്, മറ്റ് വേറെ ഭാഷകൾ ഇംഗ്ലീഷ് പോലും അവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റില്ല. അവിടെ ഭരണത്തിൽ ഇരിക്കുന്നവരോ കോടതിയിൽ ഇരിക്കുന്നവർക്കോ പോലും കൃത്യമായിട്ട് ഇംഗ്ലീഷ് അറിയാത്ത ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ വലിയ പ്രശ്നമുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ് ഈ നിമിഷപ്രിയക്ക് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. പല പേപ്പറുകളിലും ഒപ്പിട്ട് കൊടുത്തു, അവസാനം കുറ്റം ചെയ്തത് താൻ തന്നെയാണ് എന്ന് കുറ്റസമ്മതം നടത്തുന്ന രീതിയിലേക്കൊക്കെ ആയി കോടതിയിൽ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ്
ഈ അറബി എന്ന് പറയുന്ന ഒരു ഭാഷ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ നിന്നും അവിടെ പോയിട്ട് തലാലിൻ്റെ കുടുംബത്തെ കണ്ടെത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. തലാലിൻ്റെ കുടുംബത്തെ കണ്ടെത്തി അവരുമായിട്ട് സംസാരിച്ച് ഇതിൽ നിന്നൊരു തീരുമാനം, അതായത് മോചനദ്രവ്യമല്ല, ദിയാദനം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് കൊടുത്തിട്ട് ഇവരെ മോചിപ്പിച്ച് കൊണ്ടുവരിക എന്നൊരു ശ്രമമാണ് എല്ലാ തലത്തിലും നടന്നത്. ഇൻ്റർനാഷണൽ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ട്. അവർ എത്രയോ കാലങ്ങളായിട്ട് ഇതിൻ്റെ പുറകെയുണ്ട്. അവർക്ക് തലാലിൻ്റെ കുടുംബത്തെ ബന്ധപ്പെടാൻ ഉള്ളൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലാലിൻ്റെ കുടുംബം തന്നെ പല അഭിപ്രായത്തിലുള്ള, അതായത് അവർക്കൊരു ഏകോപിപ്പിച്ച ഒരു അഭിപ്രായമില്ല, ഒറ്റ അഭിപ്രായം അവർക്കില്ല, ഒറ്റ തീരുമാനം അവർക്കില്ല. അപ്പോൾ ഇതിൻ്റെ വിഷയം ഇതാണ്, അതായത് ആരെയും അറിയിക്കാതെ ചിലപ്പോൾ ഇങ്ങനെ ഒരു വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇതിന് ആഗോള തലത്തിൽ വലിയ പ്രസക്തി കിട്ടിയിട്ടുണ്ട്. വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയതുകൊണ്ട് തന്നെ ഇത് വലിയ ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തലാലിൻ്റെ കുടുംബം ഈ ദിയാദനം മേടിച്ച് ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരാം എന്ന് പറയുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ചില മലയാളികൾ, കുത്തിത്തിരിപ്പിൻ്റെ അങ്ങേയറ്റം ഡിഗ്രി എടുത്തിട്ടുള്ള ചില മലയാളികൾ തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പേജിലും ഈ യമനിലുള്ള ഹൂത്തി തീവ്രവാദികളുടെയുമായിട്ട് സോഷ്യൽ മീഡിയ വഴി കോൺടാക്ട് ചെയ്തിട്ട് അറബിയിൽ ഇവിടെ നിന്ന് മെസ്സേജ് അയക്കുകയാണ്, നിങ്ങളുടെ സഹോദരൻ്റെ രക്തത്തിന് നിങ്ങൾ പകരം ചെയ്യണം, നിങ്ങൾ ആ ദിയാദനം വാങ്ങിച്ചിട്ട് അവരെ മോചിപ്പിച്ച് കൊടുക്കരുത്, ഇവിടെ വലിയ ആഘോഷമാണെന്ന് പറഞ്ഞ് ഇവിടെ പലരും പോസ്റ്റ് ചെയ്ത് വാർത്തകളും അവരുടെ പോസ്റ്റുകളുമൊക്കെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്ന ചില ബിരുദന്മാരും നമുക്കിടയിലുണ്ട്. അതായത് കുത്തിത്തിരിപ്പിൽ ഡിഗ്രി എടുത്തിട്ടുള്ള ചില ആളുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കകൾ മാറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആശങ്കകൾ എപ്പോഴും നിലനിൽക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. അത് ചിലപ്പോൾ നമ്മളെ അറിയിക്കാതെ അത് നടത്തിക്കൂടായികയില്ല. യമൻ പോലുള്ള ഒരു രാഷ്ട്രമായതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം. കാരണം കേന്ദ്രീകൃത ഭരണ സംവിധാനം ഇല്ലാത്തതുകൊണ്ട്, നയതന്ത്ര ബന്ധങ്ങൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇല്ലാത്തതുകൊണ്ട്, അത് നമുക്ക് ചർച്ചകൾക്ക് സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ആ വിഷയം വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, ഇപ്പോൾ കാന്തപുരം നടത്തി എന്ന് അവകാശപ്പെടുന്ന ഇടപെടൽ, കാന്തപുരം നടത്തിയിട്ടുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ ആ അവകാശപ്പെടൽ ഒരു പണ്ഡിതൻ്റെ ഇതുകൊണ്ട് മാത്രം നമുക്ക് നിമിഷപ്രിയയെ അവിടുന്ന് ഊരിക്കൊണ്ടുവരാൻ പറ്റുമോ, ഇനി സർക്കാർ ഏതൊക്കെ രീതിയിൽ ഇതിന് ഹെൽപ്പ് ചെയ്യണം എന്നതും കൂടെ അതിൻ്റെ ഭാഗമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ശരിക്കും ഈ നിമിഷപ്രിയ ഒരു വേദന തന്നെയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത്. കാരണം ഒരു വധശിക്ഷ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു നേഴ്സായിട്ടുള്ള ഒരു പെൺകുട്ടി, അതോടൊപ്പം തന്നെ അവരുടെ അമ്മ 1 വർഷത്തിലേറെയായി ആ രാജ്യത്ത് തന്നെ തൻ്റെ മകളെ മോചിപ്പിക്കാൻ വേണ്ടി തീവ്ര ശ്രമത്തിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ബന്ധപ്പെടുന്നു. ഏറ്റവും ആദ്യം ഉമ്മൻചാണ്ടി അദ്ദേഹമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ ഈ അവസാന നാളുകളിൽ, അതായത് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് ഞാൻ അന്ന് അദ്ദേഹത്തെ വാർത്തകൾ എടുക്കുന്നതിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ അദ്ദേഹത്തെ സന്ദർശിച്ചു, തിരിച്ചിറങ്ങി വന്നു. അപ്പോൾ മറ്റ് സാറ്റലൈറ്റ് മാധ്യമങ്ങളൊന്നും തന്നെ ഇല്ല. അന്ന് ഞാനൊരു ഓൺലൈൻ മാധ്യമത്തിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ രോഗക്കിടക്കയിലും ഉമ്മൻചാണ്ടി സാർ ചോദിച്ചത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ, എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്. കാരണം കേന്ദ്രമന്ത്രിയാണല്ലോ. സ്വാഭാവികമായിട്ടും അതൊരു വലിയ വാർത്തയായി നമ്മൾ ആദ്യം നമ്മുടെ ഓൺലൈൻ മാധ്യമത്തിൽ കൊടുക്കുകയും പിന്നീട് ആ ബൈറ്റ് മറ്റ് സാറ്റലൈറ്റ് ചാനലുകൾ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അത് ഈ നിമിഷപ്രിയയെ മോചിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ചാണ്ടി ഉമ്മനും അക്കാര്യത്തിൽ വലിയ ഇനിഷ്യേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉള്ള ആഗ്രഹമാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കുക എന്നുള്ളത്. കാരണം നിമിഷപ്രിയ അമ്മയോട് പറഞ്ഞു, താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഇത്തരത്തിൽ ഉള്ളൊരു കൃത്യമൊന്നും ചെയ്യാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിമിഷപ്രിയ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഒരു നിയമ സംവിധാനങ്ങളോ ഒന്നുമില്ലല്ലോ അവിടെ. ഹൂത്തികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർക്കൊക്കെ ആരെങ്കിലും പറയുന്ന സാക്ഷിമൊഴി മാത്രം മതി, അല്ലാതെ തെളിവുകളോ ഫോറൻസിക് റിപ്പോർട്ടുകളോ CCTV ദൃശ്യങ്ങളോ ഒന്നും അവർ നോക്കില്ല. ഒരാൾ പറയുന്നത് ഞാൻ നിമിഷപ്രിയയാണ് ഇന്നയാളെ കൊന്നതെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു നിയമമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അത്തരത്തിൽ ഒരുപക്ഷെ നിരപരാധി ആണെങ്കിൽ, നമ്മൾ കോടതിയിൽ പറയുന്നത് പോലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ നടക്കട്ടെ എന്നുള്ള പ്രത്യാശ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.